ഗുരുവായൂർ അമ്പലത്തിലെ പൂജാക്രമങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് ഇന്ന് നോക്കാം. പ്രഭാത പൂജയും ഉച്ചപൂജയും അസ്തമയ പൂജയും ഇതാണ് പ്രധാനപ്പെട്ട 3 പൂജകൾ. അതുകൂടാതെ ഗണപതിക്ക് പൂജയും സരസ്വതിക്ക് പൂജയും ഹനുമാന് പൂജയും അയ്യപ്പൻ്റെ പൂജയും അവിടെ നടന്നു വരുന്നതാണ്. വേറെ സ്പെഷ്യൽ പൂജ നടക്കുന്ന ദിവസം ഒന്ന് വിഷുവിനാണ്, ഒന്ന് അഷ്ടമി രോഹിണി നക്ഷത്രത്തിന് കൃഷ്ണൻ്റെ പിറന്നാൾ ആഘോഷം, അപ്പോഴും പ്രത്യേകത പൂജകൾ നടക്കുന്നതാണ്. അതിനുശേഷം പ്രത്യേകത പൂജകൾ നടക്കുന്നത് ഏകാദശിക്കാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു പൂജയാണ് ഉദയാസ്തമ പൂജ. ഉദയാസ്തമ പൂജയും നമ്മളുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യേകതമായി നടക്കുന്ന പൂജകളിൽ ഒന്നാണ്. പക്ഷേ അത് ഭക്തരുടെ തിരക്കനുസരിച്ച് കൊണ്ട് മാത്രമാണ് ആ പൂജയുടെ ഡേറ്റ് തീരുമാനിക്കുന്നത്. ആഴ്ചയിൽ 2ഉം 3ഉം ചെയ്യാറുണ്ട്. ഇപ്പോൾ ഭക്തജനർക്ക് തിരക്കുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. പൂജാക്രമങ്ങൾ അങ്ങനെയാണ്. ഗുരുവായൂരിലെ പൂജാക്രമങ്ങൾ ശരിക്കും പറയുവാൻ നമുക്കാവില്ല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൂജകൾക്ക് മാറ്റം വരാറുണ്ട്. ഇതൊക്കെയാണ് ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.